അങ്ങനെ രാത്രിയിലെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം രാംചപ്പ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നേപ്പാളിലെ ഏറ്റവും സാഹസികമായ എയർപോർട്ടുകളിൽ ഒന്നാണ് രാംചപ്പ് എയർപോർട്ട്. ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ലഗേജുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ എയർപോർട്ടായ ലുക്ലയിലേക്ക് പോകുന്ന ട്രക്കർമാരുടെയും സാഹസിക യാത്രികരുടെയും ഒക്കെ ഒരു പ്രധാന കവാടമാണ് ഈ രാംചപ്പ് എയർപോർട്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ കിഴക്ക് മാറിയിട്ടാണ് ഈ ഒരു ചെറിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്ക് ഇൻ ചെയ്യുന്നതിലേക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കേറിയ ലുക്ല എയർപോർട്ടിൻ്റെ തിരക്ക് കുറക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തിരക്കുള്ള സമയങ്ങളിൽ ലുക്ലയിലേക്കുള്ള മിക്ക വിമാനങ്ങളും ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയാലും ക്ലൈമറ്റ് ചേഞ്ച് കാരണം യാത്രകൾ മുടങ്ങുന്ന സാഹചര്യം ഇവിടെ പതിവാണ്. ഇവിടെ വലിയ ടെർമിനലോ ആഡംബര സൗകര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കരുത്. എല്ലാം വളരെ ലളിതമാണ്. എങ്കിലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഇതൊരു നിർബന്ധിത സ്റ്റോപ്പാണ്. ഇന്ന് നല്ല തിരക്കുണ്ട്. 2 ദിവസങ്ങളായി കാലാവസ്ഥാ പ്രശ്നങ്ങളാൽ ഇവിടുന്ന് വിമാനങ്ങളില്ലായിരുന്നു. ഓരോരുത്തരെ വിളിക്കുന്ന ഊഴം കാത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ചുറ്റും മനോഹരമായ മലനിരകളാൽ ചുറ്റപ്പെട്ട താരതമ്യേന ചെറിയൊരു റൺവേ ആണ് ഇവിടുത്തെ പ്രത്യേകത. രാംചപ്പിലെ കാലാവസ്ഥ വളരെ പ്രധാനമാണ്. പെട്ടെന്ന് മാറാവുന്ന ഇവിടുത്തെ കാലാവസ്ഥ പലപ്പോഴും വിമാനയാത്രകളെ വൈകിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ അല്പം ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാവണം. ഏകദേശം 5 മണിക്കൂറോളം നീണ്ട ഒരു കാത്തിരിപ്പാണ്. ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പറ്റുമോ എന്ന് തന്നെ യാതൊരു ഉറപ്പുമില്ല. രാംചപ്പിലെ കാലാവസ്ഥയ്ക്ക് കുഴപ്പമില്ലെങ്കിലും ലുക്ലയിലെ കാലാവസ്ഥ മോശമാണെങ്കിൽ ഫ്ലൈറ്റുകൾ റദ്ദ് ചെയ്യപ്പെടാം. ടേക്ക് ഓഫ് ചെയ്ത വിമാനങ്ങൾ വരെ ഇറങ്ങാൻ പറ്റാതെ തിരിച്ചു വരുന്ന സന്ദർഭങ്ങൾ ഇവിടെ സാധാരണമാണ്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വിമാനം എത്തിയിട്ടുണ്ട്. താര എയർ, സമ്മിറ്റ് എയർ, സീത എയർ എന്നീ വിമാന കമ്പനികളാണ് പ്രധാനമായും ഇവിടെ സർവീസ് നടത്തുന്നത്. ഡോർണിയർ 228, ട്വിൻ ഓട്ടർ, ലൈറ്റ് ഫോർട്ടൺ എന്നിങ്ങനെയുള്ള ചെറിയ വിമാനങ്ങളാണിവ. രൂപം കണ്ടാൽ ഒരു സാധാരണ ബസ് പോലെ തോന്നുമെങ്കിലും ഇവയെല്ലാം വളരെ കരുത്തുറ്റതും ചെറിയ റൺവേകളിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും വലിയ മലനിരകൾക്കിടയിലൂടെ പറന്നുയരാൻ കഴിവുള്ളതുമായ വിമാനങ്ങളാണ്. ഏകദേശം ഒരു 15 മുതൽ 20 യാത്രക്കാർക്ക് മാത്രമേ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പൈലറ്റുമാരുടെ ക്യാബിൻ പോലും വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു കർട്ടൻ ഉപയോഗിച്ച് മറച്ചു വെച്ചതാണ് കോക്പിറ്റ്. രാംചപ്പിൽ നിന്ന് ലുക്ലയിലേക്കുള്ള യാത്ര ഏകദേശം 20 മിനിറ്റോളം മാത്രമേ എടുക്കുകയുള്ളൂ. ഈ ഒരു കുറഞ്ഞ സമയം പോലും കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. താഴെ പച്ചപ്പട്ട് വിരിച്ച താഴ്വരകളും മഞ്ഞുമൂടിയ ഹിമാലയൻ കൊടുമുടികളും ചെറിയ ഗ്രാമങ്ങളും കാണാൻ സാധിക്കും. ഈ യാത്രയ്ക്ക് അതിൻ്റേതായ വെല്ലുവിളികളുണ്ട്. ലുക്ലയിലെ കാലാവസ്ഥ വളരെ വേഗത്തിൽ മാറും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാം. ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറായിരിക്കണം. പൈലറ്റുമാർക്ക് മികച്ച വൈദഗ്ധ്യം ആവശ്യമായ ഒരു റൂട്ടാണിത്. കാരണം ലുക്ലയിലെ റൺവേ വളരെ ചെറുതും
ചെരിഞ്ഞതുമാണ്. ഇതൊരു സാധാരണ വിമാനയാത്രയല്ല, എവറസ്റ്റ് കൊടുമുടിയുടെ താഴ്വരകളിലേക്കുള്ള ഒരു സാഹസിക യാത്രയുടെ പ്രധാന ഭാഗം കൂടിയാണ്. ഈ ചെറിയ വിമാനത്തിലെ ഓരോ നിമിഷവും പുതിയ അനുഭവങ്ങൾ നൽകും. 500 മീറ്റർ നീളവും ഒരു ഭാഗം അഗാധമായ ഗർത്തവുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടായ ടെൻസിംഗ് ഹിലാരി എയർപോർട്ട് ലുക്ലയിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. പിന്നെ ഒരുപാട് സമയം എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യലൊക്കെ ആയി. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് കഴിക്കാനായി തൊട്ടടുത്തുള്ള ഹിമാലയൻ ലോഡ്ജിലാണുള്ളത്. ഇങ്ങനെയുള്ള ഹോട്ടലുകളെ ടീ ഹൗസുകൾ എന്നാണ് വിളിക്കാറുള്ളത്. താമസിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ലളിതമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന ചെറിയ ലോഡ്ജുകളാണ് ടീ ഹൗസുകൾ. EBC ട്രക്കിലെ പ്രധാന ചിലവ് വരുന്നത് തന്നെ ഭക്ഷണത്തിനാണ്. മുകളിലേക്ക് പോകുന്തോറും ഓരോ ടീ ഹൗസസുകളിലും സൗകര്യങ്ങൾ കുറയുകയും ചിലവ് കൂടുകയും ചെയ്യും. ഒരു ഗൈഡും 2 പോർട്ടർമാരുമാണ് ഞങ്ങൾക്കുള്ളത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബാക്ക് പാക്കിലാക്കി വെക്കുകയും ബാക്കി ലഗേജുകൾ ഇതുപോലെ വലിയ ഡഫൽ ബാഗുകളിലാക്കി പോർട്ടർമാർ ചുമക്കുകയുമാണ് ചെയ്യുന്നത്. ഗൈഡുകളും പോർട്ടർമാരും ഇവിടുത്തെ ഷെർപ്പ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഉണ്ടാവാറുള്ളത്. ഷെർപ്പകളെ പറ്റിയും ടീ ഹൗസുകളെ പറ്റിയും പിന്നീട് പറയാം. ഒരുക്കങ്ങൾ കഴിഞ്ഞു ട്രക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരുടെയും ബേസ് ക്യാമ്പ് പോകുന്നവരുടെയുമെല്ലാം ഒരു കവാടമാണ് ലുക്ല. നേപ്പാളിലെ കുംഭോ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗണാണിത്. ലുക്ല ഒരു സാധാരണ ഗ്രാമത്തെ പോലെ തോന്നുമെങ്കിലും എവറസ്റ്റ് മേഖലയിലേക്കുള്ള കവാടമെന്ന നിലയിൽ ഇവിടെ എല്ലായ്പ്പോഴും തിരക്കുണ്ടാവാറുണ്ട്. ഹോട്ടലുകളും ലോഡ്ജുകളും മറ്റു ട്രക്കിങ്ങിനാവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന കടകളും ഇവിടെ ധാരാളമുണ്ട്. ബുദ്ധമത കേന്ദ്രമായതിനാൽ മനോഹരമായ പല മൊണാസ്ട്രികളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള റൂറൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്നും 2800ഓളം മീറ്റർ ഉയരത്തിലാണ് ലുക്ല സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയുടെ ആദ്യ ചുവടുവെപ്പാണ് ലുക്ലയിൽ നിന്ന് ഫഗ്ദിങ്ങിലേക്കുള്ള ട്രക്കിംഗ്. ലുക്ലയിൽ നിന്ന് ഫഗ്ദിങ്ങിലേക്ക് ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കുന്ന എളുപ്പമുള്ള ട്രക്കിംഗ് ആണ്. ഏകദേശം ഒരു 8 കിലോമീറ്ററോളം വരും.
Whatever you want, you can do. No problem. ആദ്യമൊക്കെ നിരപ്പായ പാതയാണെങ്കിലും പിന്നീട് ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും വരും. ദൂരെ മനോഹരമായ ഗ്രാമങ്ങളും മഞ്ഞ് പുതച്ച കൊടിമുടികളും കാണാം. ഈ ഗ്രാമങ്ങളിലെല്ലാം ഷെർപ്പ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് താമസിക്കുന്നത്. മലമുകളിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനായി കഴുതകൾ, കുതിരകൾ, അതുപോലെ യാക്ക്, പശുക്കൾ എന്നിവയെയാണ് ഉപയോഗിക്കുന്നത്. ഷെർപ്പ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചുമടെടുത്ത് കാൽനടയായിട്ടും മുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. 40 മുതൽ 50 കിലോഗ്രാമുകളോ ചിലപ്പോൾ അവരുടെ ശരീരഭാരത്തിൻ്റെ ഇരട്ടിയിലേറെയും ചുമക്കാൻ ഇവർക്ക് കഴിയും. ഭാരം നിയന്ത്രിക്കുന്നതിനായി നാംലോ എന്നറിയപ്പെടുന്ന ഒരു തലപ്പട്ട ഇവർ ഉപയോഗിക്കുന്നു. ദൂദ് കോസി നദിയുടെ ഓരങ്ങളിലൂടെയാണ് മിക്കവാറും ട്രെക്കിങ്ങിൻ്റെ പാത കടന്നു പോകുന്നത്. ഈ നദിയുടെ പാലകങ്ങളിലൂടെയുള്ള നടത്തം ഒരു പ്രത്യേക അനുഭവമാണ്. തൂക്കുപാലങ്ങളും കുന്നിൻ ചെരുവുകളിലെ നടപ്പാതകളും ഈ യാത്രയ്ക്ക് കൂടുതൽ ആവേശം നൽകുന്നു. വഴിയിലുടനീളം മനോഹരമായ ഗ്രാമങ്ങളും ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങളായ പ്രയർ വീൽസും കൊടിമരങ്ങളൊക്കെ കാണാം. മൂന്ന് മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം ഫഗ്ദിങ്ങിൽ എത്തിച്ചേർന്നു. ദൂദ് കോസി നദിയുടെ തീരത്തുള്ള ഈ ഗ്രാമം ലുക്ലയേക്കാൾ ശാന്തമാണ്. ഇവിടെ നിരവധി ടീ ഹൗസുകളും ലോഡ്ജുകളുമുണ്ട്. 2600 മീറ്റർ ഉയരത്തിലാണ് ഫഗ്ദിങ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ലുക്ലയേക്കാൾ താഴെയാണ് ഫഗ്ദിങ്. ഈ ഹോട്ടലിലാണ് ഇന്നത്തെ താമസം. ടീ ഹൗസുകളിൽ ഇതുപോലെ പൊതുവായ ഡൈനിങ് ഏരിയ ഉണ്ടാകും. ട്രെക്കേഴ്സിന് ഒരുമിച്ച് സമയം ചെലവഴിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരിടമാണിത്. ഡൈനിങ് ഹാളിൻ്റെ മധ്യഭാഗത്തായി തണുപ്പകറ്റുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവും. ഇതിൽ വിറകോ യാക്ക് ചാണകമോ മറ്റോ ഇന്ധനമായി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ട്രക്കിങ്ങിലെ ഓരോ കാഴ്ചയും അനുഭവവും വരും ദിവസങ്ങളിലെ വലിയ സാഹസികതകൾക്ക് നമ്മളെ ഒരുക്കും.